അശാസ്ത്രീയമായ ഓട നിർമ്മാണത്തിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. കരുനാഗപ്പള്ളി വായനശാല ജംഗ്ഷൻ വെമ്പിളക്കാവ് ക്ഷേത്രം റോഡിന്റെ ഓട നിർമ്മാണത്തിനെതിരെയാണ് പ്രതിഷേധം. നിലവിലെ നിർമ്മാണ രീതി വെള്ളക്കെട്ടിന് കാരണമാകുമെന്ന് ചൂണ്ടിക്കാട്ടുന്നു. നാട്ടുകാരുടെ പരാതിയിൽ നിർമ്മാണം നിർത്തിവെക്കുകയും പ്രതിഷേധക്കാരുമായി കൗൺസിലർമാർ ചർച്ച നടത്തുകയും ചെയ്തു. കരുനാഗപ്പള്ളി വായനശാല ജംഗ്ഷൻ മുതൽ വെമ്പിളക്കാവ് ക്ഷേത്രം വരെയുള്ള റോഡാണ് വർഷങ്ങളായി തകർന്നെടുക്കുന്നത്. റോഡ് നന്നാക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി പരാതികൾ നൽകിയിട്ടുണ്ട്. ഇതിനായി റോഡ് നിർമ്മിക്കുന്നതിന് നഗരസഭ ഫണ്ട് അനുവദിച്ചു. റോഡ് നിർമ്മാണത്തിനോട് അനുബന്ധിച്ചുള്ള ഓടം നിർമ്മിക്കുമ്പോൾ അത് കൊണ്ടെത്തിക്കുന്ന സ്ഥലവും ചുറ്റുമുള്ള കൃഷിയോഗ്യമായ വയൽ പ്രദേശം പൂർണ്ണമായും വെള്ളക്കെട്ടായി മാറുന്ന സ്ഥിതിയാണ്. ഇവിടെ നിന്നും വെള്ളം മറ്റ് സ്വകാര്യ ഭൂമിയിലൂടെയാണ് ഒഴുകുന്നത്. ഇത് തടസ്സപ്പെട്ട് ഇവിടം വെള്ളക്കെട്ടായി മാറിയിരിക്കുകയാണ്. ഇതിലേക്ക് മറ്റൊരു സ്ഥലത്തെ വെള്ളം കൂടി ഒഴുകിയെത്തുമ്പോൾ ഈ പ്രദേശം വറ്റാത്ത വെള്ളക്കെട്ടായി മാറും. ഇതിനെതിരെയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. നിലവിലെ വെള്ളക്കെട്ട് മാറുന്നതിന് 200 മീറ്റർ താഴെ ഓട നിർമ്മിച്ച് വായനശാല പണിക്കർക്കടവ് കായലിലേക്കുള്ള ഓടയിലേക്ക് എത്തിക്കാവുന്നതാണ്. അതുപോലെ ഇവിടുത്തെ റോഡും വൃത്തിയാകും. എന്നാൽ അതെല്ലാം മറന്ന് 600 മീറ്റർ ഓട നിർമ്മിച്ച് വയലിലെത്തിക്കുന്നത് ശാസ്ത്രീയമല്ലെന്ന് നാട്ടുകാർ പറയുന്നു. ഓടയിലൂടെ മാലിന്യം കൂടി എത്തുന്നതോടെ വയലിൽ കൃഷി ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാകും. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് ജോലികൾ നിർത്തിവെച്ചു. നഗരസഭാ ചെയർമാൻ പി സോമരാജൻ, കൗൺസിലർമാരായ സലാഹ് അമ്പുവിള, മുനമ്പത്ത് ഗഫൂർ, നഗരസഭാ സെക്രട്ടറി എന്നിവർ എത്തുകയും പ്രതിഷേധക്കാരുമായി ചർച്ച നടത്തുകയും ചെയ്തു. വരും ദിവസങ്ങളിൽ പ്രശ്നം പരിഹരിക്കാമെന്ന ഉറപ്പിന്മേലാണ് പ്രതിഷേധക്കാർ മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.